നദിക്കുള്ള കാഷ്ടം താഹിറാണ് മൂത്രവും അതുപോലെ തന്നെ ഹബീബിയത്വവും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടവും മൂത്രവും ഒക്കെ താഹിറാണ്, ശുദ്ധമാണ് എന്നതാ ചില പാട്ടുകളിൽ കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങനെ പറയേണ്ടതില്ല. അവിടുന്ന് അത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അവിടുന്ന് പഠിപ്പിച്ചു തന്നത് തന്നെ ധാരാളം നമുക്ക് പറയാനില്ലേ. നദിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് ത്വയ്യിബത്തടിക്കുന്നതാ. അവിടുത്തെ കാഷ്ടം ഭൂമി വിഴുങ്ങലാണ്, അതിൽ നിന്ന് എപ്പോഴും നല്ല സുഗന്ധമാണ് എനിക്ക് വീശാറുള്ളത് എന്നൊക്കെ മധുരായി പറയുന്നു. ഇങ്ങനെയുള്ള മധുരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണെങ്കിൽ, അങ്ങനെ ഒരു പ്രത്യേകത അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. നബി തങ്ങളുടെ മേലില്ലാത്തത് അവിടുത്തെ ശരീരത്തെ കുറിച്ചോ, അവിടുത്തെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളെ കുറിച്ചോ, അവിടുത്തെ ഗർഭാക്കപ്പെട്ട ഏതെങ്കിലും ഭാഗങ്ങളെ കുറിച്ചോ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ പവിത്രതകളൊക്കെ ഉള്ളതുപോലെ പറയണം. അവിടുന്ന് ഉടുമ്പെടുക്കുമ്പോൾ ആ ഇറ്റി വീഴുന്ന വെള്ളത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അവിടുത്തെ മുടി സഹാബത്ത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ശരീരത്തിന്റെ അതേ വസ്ത്രം അതേ അവര് ആ നിലക്ക് പുണ്യത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേകമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പോലും അതൊക്കെയും ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയുന്ന സമീപനം മുസൽമാൻ യോജിച്ചതല്ല, ഒരു രാഷ്ട്രീയക്കാരനും യോജിച്ചതല്ല. സാഹിബ് പറഞ്ഞു അത് ബോഡി വേസ്റ്റ് ആണെന്ന് ആദ്യമായി പറഞ്ഞു. അതിപ്പോൾ പിണറായിയും ഏറ്റെടുത്തു എന്ന് കേൾക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല പ്രശ്നം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ തന്നെയാണ് മുജാഹിദുകളും മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടുത്തെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഒരവശിഷ്ടത്തിന്റെ നാല് പോലും ഒരാണ് പോലും ഈ ഭൂമുഖത്തിൽ നിന്ന് നിലവിലില്ല. ഉണ്ടെന്ന് പറയുന്നവൻ തെളിവാണ് കൊണ്ടുവരേണ്ടത്. അതിനാണ് തനത് ചോദിച്ചത്. അതിനാണ് തനതെവിടെ എന്ന ചോദ്യമുണ്ടായത്. ഒരു കേശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടതാ പലരും കേശത്തിന്റെ പിന്നാലെ നടക്കുന്നുവല്ലോ, മുടിയുടെ പിന്നാലെ നടക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത ഒരു കേശവുമായി നടന്നുകൊണ്ട് ഇതാണ് ഹബീബിന്റെ കേശം എന്ന് പറയുമ്പോൾ അത് പറയുന്ന കക്ഷികൾ ചിന്തിക്കണ്ടേ എത്ര അധപ്പതനത്തിലെത്തിപ്പോയി. എല്ലാവരത് പറയുമ്പോ ഇതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ കയ്യിലുള്ള ഈ മുടിക്കഷ്ണം ആരുടെ തലയിലാണോ ഉണ്ടായിരുന്നത്, ഈ മുടിക്കഷ്ണത്തിന്റെ ഉടമ ഞങ്ങളുടെ റസൂല് തന്നെ. ഈ മുടിക്കഷ്ണത്തിന്റെ ഉടമയാണ് ഞങ്ങൾ റസൂലായി അംഗീകരിക്കുന്നത് എന്ന് ധൈര്യമായി പറയാൻ കഴിയാവുന്നവരാളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകുമോ? അതേ എവിടെ നിന്നാണ് മുടി വന്നത്? ബോംബെയിലെ തെരുവിൽ നിന്ന് ഒരു ഗുണ്ടാ തെരുവിൽ ജീവിക്കുന്നു എന്ന് അപ്പുറത്തെ സമസ്തക്കാര് പറയുന്ന ഫാത്തിഹ പോലും തെറ്റുകൂടാതെ ഓതാനറിയാത്തയാളെന്ന് അതേ ചാരിയവാല എന്ന് പറയുന്ന ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കേശത്തിന്റെ കഷ്ണങ്ങളുമായി അത് മുക്കിയ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കേശമല്ലാത്തതൊന്നും അവിടുത്തേതാണെന്ന് പറയുമ്പോൾ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. എന്റെ നാളെ ഒരാൾക്ക് ഇനിയും പലതും കൊണ്ടുവരാമല്ലോ. ഒരു ചുപ്പ കൊണ്ടുവന്നിട്ട് പറയാം ഇത് റസൂലുള്ളാഹിന്റെ ചുപ്പയാണ്. ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ട് പറയാം ഇത് റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്. ഒരു തലപ്പാവ് ഉയർത്തിക്കാണിച്ചിട്ട് പറയാം ഇത് റസൂലുള്ളാഹിന്റെ തലപ്പാവാണ്. ഒരു പല്ല് കൊണ്ടുവന്ന് ഉയർത്തി കാണിച്ചിട്ട് പറയാം ഇത് റസൂലുള്ളാഹിന്റെ ഉഹദില്ലതാ പൊട്ടിപ്പോയ പല്ലാണ്. അതേ അവിടുത്തെ ചെറുതാക്കപ്പെട്ട പല്ലാണെന്ന് പറയാം. അതേ നാളെ ഒരാൾക്ക് പിന്നെ വേറെയും പറയാം
ഇത് ഫാത്തിമ ബീവി ഉപയോഗിച്ച ബ്ലാങ്കറ്റാണ്, പുതപ്പാണ്, അവരുപയോഗിച്ച വസ്ത്രമാണ്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അതേ മോതിരമാണ്. ഇത് റസൂലുള്ളാഹിന്റെ മോതിരമാണ്. ഇത് റസൂലുള്ളാഹിന്റെ വടിയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മെതിയടിയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്നൊക്കെ പറയുന്ന കക്ഷികൾക്ക് ആരുടെ പേരിലും എന്തും കൊണ്ടുവന്നുകൂടെ? കൊണ്ടുവരുന്നതൊക്കെ സ്വീകരിക്കാൻ കിട്ടണോ? കൊണ്ടുവരുന്നതൊക്കെ സ്വീകരിക്കലാണോ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഡ്യൂട്ടി? അല്ല, എന്ത് കൊണ്ടുവരുന്നുവോ കൊണ്ടുവരുന്നവൻ തനത് ഹാജരാക്കണം. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് കൊടുത്തു, അവിടെ നിന്ന് ആർക്ക് കിട്ടി, അവിടെ നിന്ന് ആർക്ക് കിട്ടി? ഇങ്ങനെ കൃത്യമായ പരമ്പരയില്ലാതെ തോന്നിവാസം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിനെയും കിട്ടൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വെക്കാൻ വേണ്ടി കോടികളുടെ പള്ളി ഉണ്ടാക്കുകയും അത് കത്തുമോ കത്തില്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അതിൽ ഇടപെട്ടുകൊണ്ട് ഏത് മുടിയും കത്തും എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരെ ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയക്കാരനത് പറഞ്ഞാൽ കണ്ടോ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കൂ. മറുപടിയില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഇതിൽ ഇടപെടരുത്, ഇവിടെ വർഗീയത ഉണ്ടാകുമെന്ന് പറയൽ പരിഹാരമല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ രാഷ്ട്രീയക്കാരും. ഏത് രാഷ്ട്രീയക്കാരാവട്ടെ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സ്വകാര്യമായിട്ടല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ, അതേ കാസർഗോഡ് വരെ എല്ലാ രംഗത്തും അറിയപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം, എന്തോ ആകട്ടെ, പക്ഷെ അവർക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് പോലും പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, ഇന്ത്യ രാജ്യമല്ലേ. പക്ഷേ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ പ്രാളപ്പെടണം, എന്തിന് ബേജാറാകണം? ആരെന്ത് പറഞ്ഞാലും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ നേതാവിന്റെ ഒരു കോട്ടം തട്ടിക്കുവാൻ ഒരു ശക്തിയെ കൊണ്ടും ഒരാളെ കൊണ്ടും സാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവർക്കൊരു പതർത്തിയില്ല. ഇനി ആരെങ്കിലും ബോഡി വേസ്റ്റ് ഞാൻ പറഞ്ഞു, അത് ബോഡി വേസ്റ്റ് ആവോ? ആരെങ്കിലും വേറെന്തെങ്കിലും പറഞ്ഞു ഇത് പ്രശ്നമാവോ? ഇല്ല. എന്താണുള്ളതെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ ആത്മീയതയുടെ രംഗത്ത് ഒരുപാട് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കള്ളസ്വാമിമാർ ഒലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നുകൊണ്ട് തട്ടിപ്പ് നടത്തിയപ്പോ രാജ്യത്തൊട്ടാകെ ആത്മീയ ചൂഷണത്തിനെതിരെയുള്ള വേട്ട ഒരുക്കിയില്ലേ? അന്ന് വേട്ടയാടി പലരെയും പിടിച്ചില്ലേ? അല്ലേ? അന്നൊക്കെ അവർ മതത്തിൽ ഇടപെട്ടില്ലേ? ഈ രൂപത്തിലുള്ള മതകാര്യങ്ങളിൽ അവർ ഉണ്ടായിരുന്നില്ല, ഇടപെട്ടില്ലേ? അങ്ങനെ ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ളവർ ഇടപെട്ടോട്ടെ, അഭിപ്രായം പറയുന്നവർ പറയട്ടെ. അവരും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. പക്ഷേ മുസ്ലിം എന്ത് ചെയ്യണം? മുസ്ലിമിനൊരു പകർച്ചയില്ല. അവനുള്ളത് പോലെ പറയും. ആരെന്ത് പറഞ്ഞോട്ടെ, എന്തിനാ വേണ്ടാറാകുന്നത്? ആരെങ്കിലും പറയുമ്പോഴേക്ക് തകർന്നു പോകുന്നതാണോ ഇസ്ലാം? ആരെങ്കിലും പറയുന്നവരേക്ക് തകർന്ന് വീഴുന്നതാണോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇമേജ്? അവിടുത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വെല്ലുവിടുമ്പോഴേക്കും തകർന്നു പോകുന്നതാണോ? ഒരിക്കലുമല്ല. ദുനിയാവിലും ആഖിറത്തിലും അത്യുന്നതമായ പദവിയുള്ള നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ആ നബിയെ കുറിച്ച് ഇല്ലാത്ത ഒരാളും പറയണ്ട, ഉള്ളതായും പറയാതിരിക്കുകയും വേണ്ട. അതിലേക്കൊന്നും കടത്തേണ്ടതില്ല, അതിലേക്കൊന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടരുന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായിട്ട് പ്രവാചകന്റെ പേരിൽ ഒരു തട്ടിപ്പിനും മുസ്ലിമീങ്ങൾ അനുവദിക്കൂല. ആർക്കും എത്ര കോടിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കാം, എത്ര കോടിയുടെ കെട്ടിടവും ഉണ്ടാക്കാം. പക്ഷേ അത് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ വേണ്ട, അവിടുത്തെ പേരിൽ അത് സമ്മതിക്കൂല. ആദർശത്തിന്റെ ബോധമുള്ള ആദർശവാദികൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് തുറന്നു പറയുന്നു. നമുക്കതിൽ പറയാനുള്ളത്, അതേ അവസരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ താറടിക്കുക, അവിടുത്തേതാണെന്ന് പറഞ്ഞുകൊണ്ട് നീളമുള്ള ഒരു മുടിക്കെട്ട് പ്രദർശിപ്പിക്കുക, എന്നിട്ട് മലക്കം അറിയുക, തനതുണ്ട് എന്ന് ആദ്യം പറയുക, പിന്നെ ഇല്ലാന്ന് പറയുക, പിന്നെ അടിരേഖ ഉണ്ട് എന്ന് പറയുക, അത് അബൂദാബിയിലാണ് വന്നിട്ട് വേണമെന്ന് പറയുക, പിന്നെ അടിരേഖയുടെ ഉടമ തന്നെ കേരളത്തിൽ വന്നപ്പോഴും അയാളോട് അടിരേഖ ചോദിക്കുമ്പോ അയാൾ പെട്ടെന്ന് ഫ്ലൈറ്റ് കഴിച്ചു വിടുക. ഇതുകൊണ്ടൊക്കെ പ്രയോജനം, ഇതുകൊണ്ടൊക്കെ കാര്യങ്ങൾ തീരുമോ?
അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചോട്ടെ, അവരൊന്നും ഭീഷണിപ്പെടുത്തണ്ട. അവരും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാണുമ്പോ പ്രതികരിക്കുന്ന ആളുകൾക്ക് വേറെ ചില ഗുണലക്ഷ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കുമുള്ള പ്രയാസത്തിനോ ബേജാറിനോ ഒരു കാര്യവുമില്ല എന്നാണ് പ്രിയമുള്ളവരെ കാര്യങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ഇതിന്റെയൊക്കെ ഇടയിൽ വേറെ ചില ആളുകൾ എന്ന് പറയുന്നു, കണ്ടോ ചില ആളുകൾക്ക് ഇപ്പൊ എന്താ പണിയറിയോ, എല്ലാ സ്ഥലങ്ങളിലും ചിലയിടത്ത് ക്ലിപ്പുകളും കൊണ്ട് ഇങ്ങനെ നടക്കുക. എന്താ ക്ലിപ്പുകൾ? അങ്ങനെ പറഞ്ഞു, വേറെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, തമ്മിലടിച്ചിട്ട് എന്ന് പറഞ്ഞ് കുറെ ക്ലിപ്പുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് മൗലൂദികൾ ഇസ്ലാമിക്കാർ എന്ത് ചെയ്യുന്നു? കണ്ടോ, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിഷയമാണ്. ഞങ്ങളാണ് നല്ല കുട്ടികൾ, ഇവിടെ ഇസ്ലാമാണ് തോൽക്കുന്നത്, ഞങ്ങളാണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കറകളഞ്ഞ വക്താക്കൾ എന്ന നിലക്ക് പ്രചരണം നടത്തുമ്പോൾ, ഓ ജമാഅത്തുകാരാ, ഓ മാധ്യമക്കാരാ, ഓ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളൊന്നും മനസ്സറിഞ്ഞുകൊണ്ടൊക്കെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം, ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം. ഞങ്ങളല്ല ഇസ്ലാമിനെ തോൽപ്പിച്ചത് നിങ്ങളാണ് ഇസ്ലാമിനെ തോൽപ്പിക്കുന്നത്. എങ്ങനെ? മാധ്യമത്തിന്റെ ഓരോ പത്രങ്ങളും ഞങ്ങളുടെ കൈകളിലുണ്ട്. അതെ, അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്ത്രീകളുടെ നഗ്ന ശരീരം നിങ്ങൾ കവറേജിന് വേണ്ടി, സർക്കുലേഷന് വേണ്ടി മാധ്യമത്തിൽ ഫുൾ പരസ്യമായി നിങ്ങൾ നൽകാറില്ലേ? അതെ, രാജകാരം നൽകുന്നത് പോലെ, യുദ്ധത്തിന്റെ മാറ്റുകാരെന്ന് പറയുന്ന അവർ നൽകുന്നത് പോലെ മാധ്യമക്കാരെ നിങ്ങളും നൽകുന്നു. എന്നിട്ടോ പണത്തിന് വേണ്ടി പെണ്ണിന്റെ നഗ്നമേനി മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ, പറയൂ ജമാഅത്തിന്റെ അമീർമാരെ, പറയൂ പ്രധാനമാരെ, പറയൂ ജമാഅത്തുകാരാ, ഇവിടെ തോൽക്കുന്നത് ഇസ്ലാമാണോ ഖുർആനാണോ? ആരാ തോറ്റത്? നിങ്ങളുടെ പത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുകൊണ്ട് വ്യതിചരിപ്പിക്കുവാനുള്ള രംഗം നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പെണ്ണിന്റെ മാംസളമായ മേനി കളർഫുൾ ഫോട്ടോയായി പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തത്, അത് പ്രസിദ്ധീകരിച്ച് പാവപ്പെട്ട മുസ്ലിം വീടുകളിലെ ആണുങ്ങളുടെ കണ്ണുകളെ കൊണ്ട് വ്യതിചരിപ്പിക്കുന്ന ജമാഅത്തുകാരാ, ഇവിടെ തോറ്റത് ഇസ്ലാമോ അതോ നിങ്ങളോ? പറയണം, നിങ്ങൾ ചിന്തിക്കണം. അതെ, രാജ്യത്തുള്ള സർവ്വ മുസ്ലിം സംഘടനകളുടെയും നേതാക്കന്മാരെ കുറിച്ച് ലൈംഗിക അപവാദങ്ങൾ പല കേസുകളിൽ നിങ്ങൾ മാധ്യമത്തിലൂടെ വെണ്ടക്ക നിരത്തി. ഒരു മുസ്ലിം സംഘടനയെയും നിങ്ങൾ തമ്മിലടിപ്പിക്കാത്തതില്ല. സർവ്വ മുസ്ലിം സംഘടനകളെയും നിങ്ങൾ എഴുതി തമ്മിലടിപ്പിച്ചു. രാജ്യത്ത് മുഴുവൻ കലാപം ഉണ്ടാക്കുവാനുള്ള ഒട്ടേറെ വാർത്തകൾക്ക് നിങ്ങളുടെ പത്രങ്ങളിൽ നിങ്ങൾ ഇടം നൽകി. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം. എല്ലാവരെയും തമ്മിലടിപ്പിച്ചിട്ട് എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും തിരികൊടുത്തിയിട്ട് അതെ നിങ്ങൾ പറയുന്നു ഇവിടെ തോൽക്കുന്നത് ഇസ്ലാമാണെന്ന്. സിനിമയുടെ പരസ്യം നിങ്ങൾ കൊടുക്കുന്നു, സുന്നത്തുകളെ നിഷേധിക്കുന്നു. ഇവിടെ തോൽക്കുന്നത് ആരാ? സുന്നത്തുകളെ നിഷേധിച്ചുകൊണ്ട് ജമാഅത്തുകാരൻ എഴുതിയില്ലേ, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും. ആരെക്കുറിച്ചാണ് എഴുതിയത്? അതെ, അറബ് ലോകത്ത് ശക്തമായ നിലക്ക് പടച്ചതമ്പുരാന്റെ ദീനനുസരിച്ചുകൊണ്ട്, ഹദീസുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പടച്ചവനെ പേടിയുള്ള ഒരു പറ്റം ആളുകളെ കുറിച്ച് അതേ ആ രൂപത്തിൽ ഹദീസുകളിൽ വന്നതുപോലെ ഇസ്ലാമികമായ നിലക്ക് അവരുടെ വസ്ത്രങ്ങൾ നിര്യാണിക്ക് താഴെ പോകാതെ സൂക്ഷ്മതയോടുകൂടി വസ്ത്രം ധരിക്കുകയും പുരുഷന്മാരോട് താടി വളർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ആ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് സമൃദ്ധമായി താടി വളർത്തുകയും ചെയ്യുന്ന ചെറുപ്പക്കാരുടെ മനസ്സിനെ പിടിച്ചു വലിച്ച് പൈശാചികതയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ജമാഅത്തുകാരൻ എഴുതിവിട്ടു. എന്താ എഴുതിയത്? എന്താ പരിഹസിച്ചത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. എന്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാതെ എത്രത്തോളം കയറ്റി ഉടുക്കാനാകുമോ അതിന്റെ പുണ്യം ഹദീസുകളിൽ പറഞ്ഞതുപോലെ തങ്ങൾക്ക് ലഭിക്കണേ എന്ന ഉദ്ദേശത്തോടുകൂടി അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന ആളുകളെ, ഓ ജമാഅത്തുകാരാ, നിങ്ങളുടെ പത്രം പരിഹസിച്ചത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ഉടുത്തുകൊണ്ട് നടക്കുന്നവൻ എന്നാണ്. പറയൂ ജമാഅത്തുകാരെ, ഇവിടെ തോൽക്കുന്നത് ഇസ്ലാമാണോ നിങ്ങളാണോ? പറയണം നിങ്ങൾ. ആരാണ് ഇവിടെ തോറ്റത്? ആരാണ് തോൽക്കുന്നത്? അവിടുന്ന് ഇവിടെ നിന്നും ക്ലിപ്പുകൾ മുറിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാം തോൽക്കുന്നു എന്ന് അത് നിരത്തിക്കൊണ്ടത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് നാടൊട്ടാകെ പ്രചരിപ്പിക്കുന്ന ജമാഅത്തുകാരാ, മറുപടി പറയണം. ഇവിടെ ആരാണ് തോറ്റത്?
ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച താടി വളർത്തിയ പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ അവരെ പരിഹസിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൈകഴുകാനാകുമോ? അതിനെയല്ലേ നിങ്ങൾ പരിഹസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഈ ഒരു വലിയ രൂപത്തിലുള്ള ചെമ്മാടിത്തവുമായി നടക്കുന്ന ആളുകളാണ് ഇവിടെ തോൽക്കുന്നത്. ഇസ്ലാം മുജാഹിദുകളുടെ ഗണന പരിപാടി കൊണ്ട് എന്ന് രാജ്യത്തൊട്ടാകെ പ്രചരിപ്പിക്കുന്നത് അത് ഞങ്ങളോട് വേണ്ട എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. ഒട്ടേറെ പ്രശ്നങ്ങൾ രാജ്യത്തുടനീളം നഗ്നതയും അരാജകത്വവും പ്രചരിപ്പിക്കുന്നതിൽ അല്ലാഹുവല്ലാതെ വിധികർത്താവില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ജമാഅത്തുകാരാ, നിങ്ങൾക്ക് പങ്കില്ലേ? എല്ലാ വൃത്തികേടുകളും ഈ രാജ്യത്ത് കുടുംബ സീരിയൽ എന്ന പേരിൽ, ഇസ്ലാമിക് സീരിയൽ എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കില്ലേ? അതെ, ഇന്ന് രാജ്യത്ത് സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തക്കുത്തകയെ അവകാശപ്പെട്ട് ഇപ്പോൾ 85ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്കാരനില്ലേ ഇതിൽ പങ്ക്? ദർശന എന്ന പേരിൽ സീരിയൽ ഇറക്കിയില്ലേ? ദർശന, അതെ, റിയാലിറ്റി ഷോകൾ, പെൺകുട്ടികളുടെ ഹാവഭാവങ്ങൾ, പെൺകുട്ടികളുടെ ഡാൻസുകൾ, കുപ്പിവള പ്രോഗ്രാമുകൾ, ആട്ടങ്ങൾ, പാട്ടുകൾ, നൃത്തങ്ങൾ, എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും താളമേള കൊഴുപ്പുകളോടുകൂടി ദർശന എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയ സമസ്ത കേരള ജംഇയ്യത്തുൽ വക്താക്കളെ 85ാം വാർഷികം നിങ്ങൾ ആഘോഷിക്കുന്നുവെങ്കിൽ പടച്ചറപ്പിനെ ഓർത്തുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരു പത്രത്തിൽ ഏതോ ഒരു ഫോട്ടോ കൊടുത്തപ്പോൾ ഒരാളുടെ മനുഷ്യന്റെ തല അതിൽ വന്നുപോയി എന്നതിന്റെ പേരിൽ പതിപ്പിൽ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകൊടുത്ത വക്താക്കൾ ചിന്തത ടിവിയും ചാനലും റിയാലിറ്റി ഷോകളും ഡാൻസും ആട്ടവും പാട്ടും കൂത്തും എന്നിട്ട് ഇവർ പറയുന്നു മുജാഹിദുകളാണ് നയം മാറ്റിയത്, മുജാഹിദുകളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. സമസ്താദിന്റെ സ്ഥാപിത കാലം തൊട്ട് ഇന്ന് വരെ ഒരു മേറ്റിലും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഉദ്ഘോഷിക്കുന്ന സമസ്തക്കാരെ, 85 ആഘോഷിക്കുന്ന 85കാരെ നിങ്ങൾ ആലോചിച്ചുവോ? നിങ്ങൾക്ക് ദർശന ടി വി സമസ്തയുടെ ഏത് സ്ഥാപിത താല്പര്യമാണ്? ഭരണഘടനയൊന്ന് വായിക്കൂ. സർവ്വത്തോന്നിവാസങ്ങളും മുസ്ലിം വീടുകളിൽ ആ ചാനലിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടേത് വേറിട്ട ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും അതിന്റെ മുഖ്യ കാരണികത്വം വഹിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ, പ്രിയമുള്ള മുസ്ലിമെ, ഇവിടെ തോൽക്കുന്നത് ആരാണ്? ചിന്തിക്കണം, ആലോചിക്കണം. നിങ്ങൾ മുജാഹിദുകൾ വെറുതെ വിടുക. മുജാഹിദുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പകർന്നു കൊടുക്കുവാനാണ് തയ്യാറാകുന്നത്. അവരെ അധാർമികതകളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, മൊബൈൽ ദുരന്തങ്ങളിൽ നിന്ന്, നെറ്റ് ദുരന്തങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ പുതിയ ചാനൽ തുടങ്ങിയിട്ട് എല്ലാം അടുക്കളകളിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. നല്ല സുന്നി ചാനൽ എന്ന ലേബലിൽ പ്രസിദ്ധീകരിക്കുകയാണ്. സർവ്വത്തെക്കുറിച്ചുകളും ഇനി അതിലൂടെ നടമാടും. സർവ്വരൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇനി അതിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെടും. ഇനി എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അതിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെടും. ആരും പരിഹരിക്കാനില്ല, മിണ്ടാനില്ലെന്ന ബോധത്തിൽ ഞങ്ങൾക്ക് പലരുടെയും പിന്തുണയുണ്ടെന്ന ധാരണയിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പടച്ചവനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുതെന്നേ വിനയത്തോടുകൂടി ദർശനക്കാരോടും അതിന് അടിയറയിൽ പ്രവർത്തിക്കുന്നവരോടും പറയാനും. പല ചാനലുകാരും ലോകത്തുണ്ട്, പക്ഷേ അവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയെ തകർക്കാൻ വേണ്ടി വഹാബികൾ രംഗത്ത് വന്നിരിക്കുന്നു. അവരെ തകർക്കറിയലാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലുണ്ടായിരുന്ന ഏക മതപണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സംഘടനയെ വിദ്യാവർഷം തന്നെ തകർത്തിക്കൊണ്ട് അതിന്റെ തലക്കൽ സമസ്ത എന്ന പേരും കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പുതിയ ഒരു സംഘടനയുണ്ടാക്കിയ ആളുകളെ നിങ്ങൾക്കെങ്ങനെ ദർശനയോട് സഹകരിക്കാനും അതിന്റെ പ്രണേതാക്കളും അതിന്റെ പ്രചാരകന്മാരുമായി തീരാൻ സാധിക്കുന്നു? ബാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് അവര് പറയുന്നു മുജാഹിദുകളാണ് കുഴപ്പക്കാർ, അവരാണ് സമൂഹത്തിലെ തിരിപ്പന്മാർ, അവരാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ കലാപകാരികൾ. ആലോചിക്കണം, ഈ സമൂഹത്തിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ ദുരന്തങ്ങളാണ്. മൊബൈൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ കയ്യും കണക്കുമുണ്ടോ? മൊബൈൽ എല്ലാവർക്കും ആവശ്യമില്ലേ? വേണം. ഇന്റർനെറ്റ് ആവശ്യമില്ലേ? വേണം. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്നുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നവയാണോ ഇതിനൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നത്? ഇതിലൊക്കെ അതാണോ കാണുന്നത്? അതാണോ കേൾക്കുന്നത്? അതാണോ മെസ്സേജായി അയക്കുന്നത്?
അതാണോ പാതിരക്കുമ്മത? പാതിര സമയത്തും പലരുടെയും മൊബൈലതാ വിധിയാണ്. ആരോടാ സംസാരിക്കുന്നത്? പല മൊബൈൽ കമ്പനികളും രാത്രി 12 മണി മുതൽ രാവിലെ പ്രഭാതം 5 മണി വരെ ഓഫറാണ്. ആർക്ക് വേണ്ടിയാ പ്രിയമുള്ളവരെ ഈ ഓഫർ ചെയ്തിരിക്കുന്നത്? പലപ്പോഴും അതാ പാതിര കഴിഞ്ഞാൽ മെസ്സേജുകൾ വരുന്നു മൊബൈലിലേക്ക്. എന്താ ഉറക്കം വരുന്നില്ലേ? നിങ്ങളെക്കാത്ത സുന്ദരിമാരിപ്പുണ്ട്, താഴെ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്യൂ എന്നും പറഞ്ഞ മെസ്സേജുകൾ വന്നുകൊണ്ട് അതേ പാവപ്പെട്ട മുസ്ലിമീങ്ങളതാ വീട്ടിലതാ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിനെ ഭാര്യ സംശയിക്കുകയാണ്, ഭാര്യയെ ഭർത്താവ് സംശയിക്കുകയാണ്. വീട്ടിലതാ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരു വീട്ടിലതാ കുടുംബത്തിലെ മെമ്പർമാര് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒന്ന് സംസാരിച്ച് ഒരു സ്നേഹബന്ധം പുതുക്കുന്ന കാലഘട്ടം പോലും അസ്തമിച്ചു പോയി. എന്തൊരു ദുരന്തമാം ഇതിനെ വന്നവർക്കത്. പാപ്പ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു. പാപ്പയതാ ഒരു ഗൂഗിൾ സെർച്ചിലാണ്. ഉമ്മയുടെ വീട്ടിൽ ഉമ്മ യാഹൂവിലാണ്. അതേ മകൻ വരുന്നു, അവൻ ഓർക്കുട്ടിലാണ്. അതേ മകൾ വരുന്നു, അവളോ വേറേതോ തെറ്റിലാണ്, ഫേസ്ബുക്കിൽ തെളിയുകയാണ്. അതേ ആ പാവപ്പെട്ട വീട്ടിലതാ ഒരാൾ ഫേസ്ബുക്കിലാണ്, ഒരാൾ ഗൂഗിളിലാണ്, ഒരാൾ യാഹൂവിലാണ്, ഒരാൾ ഓർക്കുട്ടിലാണ്. പക്ഷേ ആ മുറിയിൽ ഒരു ഉമ്മാമയുണ്ട്. ഉമ്മാമ കോഴിക്കൂട്ടിൽ തന്നെ, വേറെ ആരും നോക്കാനില്ല. ഉമ്മാമയോട് ആർക്കും സംസാരമില്ല. വാപ്പക്ക് ഉമ്മയോട് സംസാരിക്കാൻ നേരമില്ല, ഉമ്മക്ക് വാപ്പയോട് സംസാരിക്കാൻ നേരമില്ല, മക്കൾക്ക് വാപ്പയോട് സംസാരിക്കാൻ നേരമില്ല. ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ ഒരാൾ തെങ്ങും തോട്ടത്തിൽ, ഒരാൾ കിണറ്റിൻകരിയിൽ, ഒരാൾ ബെഡ്റൂമിൽ, ഒരാൾ മുറ്റത്ത്, ഓരോരുത്തരും ഫോണിൽ സംസാരത്തിലാണ്. അതേ അമേരിക്കയിലുള്ളവളോട്, യൂറോപ്പിലുള്ളവളോട്, സൗദിയിലുള്ളവനോട്, ഖത്തറിലുള്ളവനോട്, ബാംഗ്ലൂരിലുള്ളവനോട് സംസാരിക്കാൻ എത്ര മണിക്കൂറാ ചെലവഴിക്കുന്നത്? അതേ അവസരത്തിൽ എന്റെ ബാപ്പാ എന്ന സ്നേഹത്തോടെ സ്വന്തം ബാപ്പയോട് 5 മിനിറ്റ് സംസാരിക്കാൻ, ഉമ്മയോടൊന്ന് സ്നേഹത്തോടെ ഒന്ന് തലോടി സംസാരിക്കാൻ മക്കൾക്ക് നേരമില്ല. ഈ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദിയായി തീരുന്നത്? ആലോചിക്കണ്ടേ പ്രിയമുള്ളവരെ. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകും, മക്കളും മാതാപിതാക്കളും തമ്മിൽ ചർച്ചയില്ലാതാവും, ഭാര്യാഭർത്താക്കൾ തമ്മിൽ സംശയരോഗം കാരണം തലാഖുകൾ വർദ്ധിക്കുക, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുക. ചാനലുകൾ മുഴുവൻ പുറത്തുവിട്ടു. 48ഓളം വരുന്ന അനാഥ പെൺകുട്ടികൾ പഠിക്കുന്ന അതേ മണ്ണാർക്കാടിനടുത്ത് അട്ടപ്പാടിയിലുള്ള ഒരു യതീംഖാനയിൽ അതേ ആ യതീംഖാന നടത്തുന്ന ഒരു വ്യക്തി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്ത പത്രങ്ങളും വീഡിയോകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അധ്യാപക ബന്ധമെവിടെ, വിദ്യാർത്ഥി ബന്ധമെവിടെ? തന്നെ പഠിപ്പിക്കുന്ന അധ്യാപിക ഒന്ന് കുനിഞ്ഞു നിന്നാൽ, തോക്ക് താഴെ വീണപ്പോഴോ പേന താഴെ വീണപ്പോഴോ അതൊന്ന് കുനിഞ്ഞു നിന്ന ടീച്ചറുടെ അതേ മാറിടം മൊബൈലിൽ പകർത്തിയിട്ട് ബ്ലൂടൂത്തിലൂടെ മെസ്സേജ് അയക്കുന്ന ശിഷ്യന്മാര്, വിദ്യാർത്ഥികളുള്ള ലോകത്ത് പ്രിയപ്പെട്ട കുട്ടികളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തിയാ വർദ്ധിക്കുന്നത്. പടച്ചറപ്പ് അനുവദിച്ചു തന്ന ഏത് ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ റബ്ബ് കാണുന്നു, റബ്ബ് കേൾക്കുന്നു, റബ്ബ് അറിയുന്നു, റബ്ബ് മനസ്സിലാക്കുന്നു. ആ ബോധമില്ലാത്തവന്റെ